നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ പുണ്യതീർത്ഥയാത്രകൾക്കായിട്ട് ഒരുപക്ഷെ അവധിയെടുക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും രാത്രിയിലും അവധി ദിനങ്ങളിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. മേലധികാരിക്ക് തൃപ്തിയാകും വിധത്തിൽ പദ്ധതി സമർപ്പിക്കുവാനും ചർച്ചകൾ നയിക്കുവാനുമുള്ള അവസരം ഉണ്ടാകുന്നത് വഴി ഈ 2015 ആണ്ട് ഒടുവിലോ 2016 ആദ്യത്തിലോ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിന് ഈ പറഞ്ഞ പദ്ധതി സമർപ്പണമൊക്കെ തന്നെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തി, സജ്ജനപ്രീതി എന്നിവ ഉണ്ടായിത്തീരും. ബന്ധുസമാഗമത്തിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുന്നത് വഴി പുതിയ തൊഴിലവസരങ്ങളെ ചർച്ച ചെയ്യുവാനും അവസരം ഉണ്ടാകും. അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനിടയുണ്ട്. അനന്തരഫലങ്ങൾ മനസ്സിലാക്കി പുതിയ തൊഴിൽ മേഖലകൾക്ക് തുടക്കം കുറിക്കാനിടവരുമെങ്കിലും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്നത് ഗുണകരമായി തീരുവാനിടയുണ്ട്. ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരിൽ നിന്നും സ്വല്പം വിപരീത പ്രതികരണങ്ങൾ വന്നു ചേരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയായിരിക്കും നന്നാവുക. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധിക്കുന്നത് വഴി വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. പ്രായോഗിക വിജ്ഞാനവും അനുഭവജ്ഞാനവും ആധുനിക സംവിധാനവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രാപ്തി നേടുവാനും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാനും സാധ്യതയുണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. അതായത് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട്. പ്രതിസന്ധികളെ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആത്മവിശ്വാസം, ആർജവം എന്നിവ വിപരീത സാഹചര്യങ്ങളെല്ലാം തന്നെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനം മാറ്റിവെക്കുവാനിടയുണ്ട്. അന്തിമ നിമിഷത്തിൽ വിദേശത്ത് ഉദ്യോഗത്തിന് അവസരമുണ്ടായിത്തീരുന്നത് വഴി കുടുംബാംഗങ്ങളെ അവിടെ നിന്നും ജന്മനാട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കുവാനുള്ള തീരുമാനം ഒഴിവാക്കുവാൻ സാധിക്കും. അർഹമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വന്ന് ചേരുന്നത് വഴി മനസ്സമാധാനത്തിന് യോഗമുണ്ട്. ബന്ധുക്കൾ വിരുന്നു വരുവാനും അവരോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും സാധ്യത കാണുന്നു. ആവിഷ്കരിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാനിടയുണ്ട്. വേണ്ടപ്പെട്ടവരെ അനുമോദിക്കുന്ന ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നത് മനസ്സമാധാനത്തിനും കൃതാർത്ഥതയ്ക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. എന്നാൽ ഉദര ഉഷ്ണരോഗപീഠകളാൽ പലപ്പോഴും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും പല ദിവസങ്ങളിലും ഉറക്കക്കുറവ് അനുഭവപ്പെടുവാനും പുണർദ നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.